അനുകരണകലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് ശ്രീ പ്രജിത്ത് മോഹൻ കവിയൂർ. മലയാള സിനിമയിൽ നിരവധി അമ്മവേഷങ്ങൾ ചെയ്ത കവിയൂരിൻ്റെ സ്വന്തം, നമ്മുടെ മലയാളികളുടെ സ്വന്തം അമ്മയായ കവിയൂർ പൊന്നമ്മയുടെയും കവിയൂർ രേണുകയുടെയും അടുത്ത ബന്ധുകൂടിയാണ് ശ്രീ പ്രജിത്ത് കവിയൂർ. 2 ദശാബ്ദം പ്രവാസിയായിരുന്ന ഇദ്ദേഹം ജോലിയോടൊപ്പം തൻ്റെ ജന്മസിദ്ധമായ അനുകരണ കലയെയും ജീവന തുല്യം കൊണ്ടു നടക്കുന്നു. എന്നാൽ വേണ്ടത്ര അംഗീകാരം ഈ കലാകാരൻ ലഭിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പണിക്കരി സാറൊന്ന് ചുമ്മാതിരിയാണ്. നാളെ കടയാടി ബേബിയും തമ്പിയും വരും. നിന്റെ ഇടയ്ക്ക് ഞാൻ എന്തുണ്ടാക്കാൻ വന്നു? നിന്നെ കാണാൻ വല്ലോ കോണമുണ്ടോ? നിന്റെ മൊട്ടത്തല കണ്ടാലറിയാൻ. നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ ചുള്ളിക്കമ്പ. ഇവിടെ നിനക്ക് എന്താ തരേണ്ടത്? എന്റെ പൊന്നു ദൈവമേ, എന്റെ കാലും പയ്യ കയ്യും പയ്യ. എടേ മായൻകുട്ടി, നില്ല്, ഞാനും വരുന്നു. പ്രജിത്തെ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ തമ്മിൽ ഏതാണ്ട് ഒരു മാസം കൊണ്ടുള്ള പരിചയമുണ്ട്. പരിചയത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നൊക്കെ ഞാൻ ഏകദേശം മനസ്സിലാക്കി. എങ്കിൽ പോലും നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രജിത്തിൻ്റെതായ ഒരു പരിചയം. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. സ്വദേശം നാട്ടിൽ കവിയൂർ അമ്പലത്തിനടുത്ത്, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, തിരുവല്ല താലൂക്ക്, കവിയൂർ. അപ്പോൾ കവിയൂർ എന്ന് പറയുമ്പം എല്ലാവർക്കും സുപരിചിതമാകാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സിനിമാ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും കാണാപ്പാടമാണ് നമ്മുടെ കവിയൂർ എന്ന് പറയുമ്പോൾ കവിയൂർ പൊന്നമ്മയമ്മ. അവരെ അറിയാത്തവരാരും ആരുമില്ല. ആ ഒരു പേര് വെച്ചിട്ട് ആ ഏരിയയിൽ എങ്ങനെങ്കിലും നിങ്ങൾ ബന്ധം വല്ല ഉള്ളതാണോ? അതെ, അച്ഛൻ്റെ പെങ്ങളാണ്. അതായത് അവരുടെ അച്ഛനും ചേട്ടാനിയും മക്കളാണ്. ഓ, അത് ശരി. അപ്പോൾ നിങ്ങൾ അടുത്ത ബന്ധുക്കളാണല്ലേ? അതെ. നമ്മുടെ കുടുംബക്ഷേത്രപരമായിട്ടുള്ള ഇപ്പം അപ്പച്ചിയുടെ വീതത്തിലാണ് കുടുംബക്ഷേത്രം ഇരിക്കുന്നത്. അപ്പം അപ്പച്ചി മരിച്ചതിന് ശേഷം അത് ട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരി. നമ്മുടെ ഈ പൊന്നമ്മാമ മരിക്കുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാനില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയി. എന്തോ ദൂരമുണ്ട് നമ്മുടെ പ്രജിത്തിൻ്റെ? കവിയൂരിന്ന് ആലുവയാ. അപ്പോൾ അവിടെ ഇവിടുന്ന് കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയായിരുന്നു. ഇവിടേക്ക് പിന്നെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാനിവിടെ ദുബായിൽ റാസൽഖൂർ ഒരു ഇന്റീരിയൽ കമ്പനിയിൽ സൂപ്പർവൈസിങ്ങും ഡ്രാഫ്റ്റ്മാനുമായിട്ട് ജോലി എടുക്കും അല്ലേ? പ്രജിത്തെ, അതുപോലെ ഒരു ചോദ്യം. ഇപ്പം നമ്മൾ എന്താ പറയുക, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഇവിടെ ജോലി എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മിമിക്സ് അല്ലെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും വേണ്ടി എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കലാഭവൻ പോലൊക്കെ ഉള്ള വലിയ ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമുള്ള ഏരിയയിൽ അങ്ങനെ വല്ലതും പഠിക്കാനോ വല്ലതും ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. കലാഭവനിലെ പഠിച്ചിട്ടുണ്ടോ? കലാഭവന്റെ ഒരു 10-25 വർഷം അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവിടെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ അതിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുള്ളതല്ല, ഞാനത് പഠിച്ചിട്ടില്ല. അവരുടെയൊക്കെ കാസറ്റുകൾ കാണാറുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ടോണിക് ബാച്ചലർ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മളന്ന് നാട്ടിൽ വെച്ച് വൺമാൻ ഷോ അതിനകത്തൊരു പ്രധാന ക്യാരക്ടർ ചെയ്ത ഒരാളായിരുന്നു അനിയപ്പൻ ചേട്ടൻ്റെ ശബ്ദം നേരത്തെ സ്റ്റേജുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നിൽക്കണ അടിക്കുമ്പോ ഒഴിഞ്ഞു മാറടാ പൊറുക്കെ. നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ ചുള്ളിക്കമ്പ. ഈ സാധനം ഇത് അന്ന് സ്റ്റേജിലൊക്കെ ചെയ്തതാണ്. അന്നൊക്കെ എടുക്കുന്ന ഒരു ചുരുക്കമായിരുന്നു ഈ സൗണ്ടൊക്കെ. ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റേജിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മധുവിൻ്റെ പഴയ പിന്നെ ചെമ്മീനകത്തൊക്കെ ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഇപ്പോൾ ഈ വഴിക്ക് കാണാനില്ല. നീയും അതുപോലെ ആയോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ കൊച്ചു മുതലാളി എന്നുള്ള വിളി ഇനിയും വേണ്ട. ഏജ് കഴിഞ്ഞപ്പോഴത്തേന് നാരൻ സിനിമയ്ക്കകത്ത് വേറൊരു റേഞ്ചാണ്. നീ എവിടെ നേരം നീ ആദ്യമേ ആ കുന്നുമ്മേ ശാന്തയുടെ ഉള്ള കിടപ്പ് അതൊന്ന് നിർത്തുവാണെങ്കിൽ നിന്റെ പകുതി നാറ്റക്കേസ് കുറയും. നീ എന്നെ ഓടി തോപ്പിക്കാനൊക്കെ പറഞ്ഞത് കേട്ടല്ലൂടാ. എന്നാ നീ ഓടി തോപ്പിക്കടാ പാട്ടി. ആ പട്ടി എന്നുള്ള ഞാൻ കൈ നീട്ടാണ്. അതൊക്കെ എൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് പ്രജിത്തെ. അപ്പോൾ അതുപോലെ പുള്ളി ഒരു സങ്കട സീന് പറയുന്നു. സങ്കടം പറയുമ്പോൾ വേറൊരു റേഞ്ചാണ്. മലപ്പുറം ഹാജിക്കകത്ത്
പുള്ളി ജഗതിക്ക് വെടി കൊണ്ട് കിടക്കുന്ന സമയത്ത് പുള്ളി വരുന്ന സീനുണ്ട്. എന്താ പിന്നെ എന്താ പറ്റിയത്? എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഇതിന് പരിഹാരം കാണത്തില്ല. എന്താ മേനെന്ന് ചോദിക്കുമ്പോ എന്താ പിന്നെ ആ സാധനം ഭയങ്കര വരില്ല. വരില്ല. അത് പുള്ളിയുടെ ഒരു പ്രത്യേക ശൈലിയാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഈ സാധനം എല്ലാവരും ചെയ്യുന്ന ഇവിടെ നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? അത് സീരിയസ് ആയിട്ടൊക്കെ പറയുന്നത്. എനിക്ക് പുള്ളിയുടെ ആ ഒരു കാറ്റഗറി, ആ ഒരു സീൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കോമഡി ക്യാരക്ടർ മാളാരവന്തൻ, അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. എനിക്ക് കാലത്ത് ഏറ്റവും കൂടുതൽ അക്കാലത്തിൽ ഇപ്പോഴും നമ്മളെ ആളെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതെ അതെ, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞത്, ആ ഒരു ചേഷ്ടകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരിപ്പിക്കാം. അപ്പൊ അതേ ഒരു സാധനം പുള്ളിക്ക് പലപ്പോഴും തുപ്പലും അത് ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അത് പെട്ടെന്ന് എടുത്ത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈയടി മേടിക്കാം. ആ സാധനം ചെയ്യാം. അയ്യോ അയ്യോ പറയണ്ട സീതേ, പിശാചിന്റെ പോലുള്ള ഇതിനെ കണ്ടോളാൻ പറ്റപ്പെട്ടു. അയ്യോ അയ്യോ ഈ സാധനം കലോത്സവത്തിനെല്ലാം പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ എന്ന് പറയാൻ ഒരു ഗുരുനാഥൻ, ശ്രീ കണ്ണൻ സാഗർ, അദ്ദേഹമാണ് ഫസ്റ്റ് നമുക്കൊരു സ്ക്രിപ്റ്റ്, ചെറിയൊരു സ്ക്രിപ്റ്റ്. അത് പിന്നെ അച്ഛനും കണ്ണൻ ചേട്ടനും ഒക്കെ ഒരുമിച്ച് കാർപ്പൻറ്ററി വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനവിടെ ചെന്ന് ഇത് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു പേപ്പറിനകത്ത് എഴുതി തന്ന ഒരു കാർഗിൽ യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഞാനത് അവതരിപ്പിച്ചത്. അതായത് ആദ്യമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമിന് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടി എനിക്ക്. അന്നേരം തന്നെ ആ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഉപജില്ല, ജില്ല, അങ്ങനെ കയറി 10ാം ക്ലാസ് വരെ കവിയൂർ NSS പഠിച്ചു. ആ സമയത്തെല്ലാം ഞാൻ ഈ ഒരു മേഖലയിൽ നല്ല നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു അന്നത്തെ ആ ഒരു ഓർമ്മകൾ വെച്ചായിരിക്കും ഞാൻ ഇവിടെയും പിന്നെയും വൺമാൻ ഷോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയത്. പിന്നെ നാട്ടിലത്തെ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ സഹകരിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും TV മേഖലകളിലൊക്കെ അവരൊക്കെ നല്ല മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ പ്രജിത്തിന് ഈ ഒരു പ്രവാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും ജോലിയും കുടുംബവും അതിന് പുറകെ പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല കൂടുതലായിട്ടല്ലേ. അവരുടെ വീഡിയോസ് അല്ല അവരുടെ ഷോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെ വിളിച്ച് ഞാൻ പറയാറുണ്ട്, എടാ ഇത് കൊള്ളായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. എല്ലാവരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു മിമിക്രി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം, ഞാൻ പാട്ടുകാരനൊന്നുമല്ല എങ്കിലും അത്യാവശ്യം പാട്ടിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ 1-2 പാട്ടുകളൊക്കെ അല്ലെങ്കിൽ മൂളും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രജിത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന കഴിവാണ്. ആ ഒരു കഴിവിനെ സത്യത്തിൽ പ്രവാസിയായതുകൊണ്ടും പ്രവാസത്തിൻ്റെ ഒരു ചൂടിലും കുടുംബം നോക്കാനുള്ള ഒരു ഓട്ടത്തിലുമൊക്കെ ഒരുപക്ഷെ ഇത് കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എങ്കിലും ഈ ഒരു കലാകാരൻ്റെ ഈ ഒരു കഴിവിനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ദുബായിലും യു എയിലൊക്കെ നിരവധി പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾക്ക് ഒരുപക്ഷെ ഇദ്ദേഹത്തെ കൂടെ ഒക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമും കുറച്ച് ഗംഭീരമാവും. ഇത്തരത്തിലുള്ള ഒരാളിനെ ഒരുപക്ഷെ അറിയാതെ പോകുന്നെങ്കിൽ അറിയണം എന്നാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ ഞാൻ താഴെ ഇട്ടേക്കാം. പിന്നെന്താണ് പ്രജിത്ത് പറയാനുള്ളത്? പറയും നമ്മുടെ പ്രേക്ഷകർ എന്താ പറയുന്നത്? ഇനി മുമ്പോട്ടുള്ള കുറച്ച് ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് ഇനി ചെയ്യാനുള്ളത്. ഒരു ഷോർട്ട് ഫിലിം ഇനിയും വരുന്നുണ്ട്. അത് ശ്രീ സത്യൻ കാലിച്ചമ്പതി, അദ്ദേഹം നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അഭിനയിച്ചായിരുന്നു. കൈതവോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. ശരി. അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. പിന്നെ ആദ്യം തുടക്കം മുതലേ ഞാൻ അതിനകത്ത് അദ്ദേഹമായിട്ട് കൂടെ ചേർന്നിരുന്ന് അതിൻ്റെ വർക്ക് കഥ തുടങ്ങുന്നത് അവസാനം വരെ ഞാൻ പുള്ളിയോട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ഒരു നല്ലൊരു വേഷമായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ട വന്നതുകൊണ്ട് ചെറിയൊരു വേഷമാണ് എനിക്ക് തന്നത്. അത് പറഞ്ഞപ്പോൾ ഈ ഷർട്ട് തന്നെ ആയിരുന്നു അതിനകത്ത്. ഇനി അടുത്തൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അതിനകത്ത് താടിയൊക്കെ ഒന്ന് എടുത്ത് ആദ്യമേ ഒരു മാറ്റി ഇട്ടത്. നേരത്തെ താടി തന്നെ ആയിരുന്നു. ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ദുബായിൽ ചെറിയൊരു പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട മലയാളി അസോസിയേഷനൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു സഹോദരനും ഒരു ജ്യേഷ്ഠ സഹോദരനെ കൂടെ നമ്മൾ കാണുന്നത് ഷാജി പുത്തമ്പടം. അദ്ദേഹത്തിൻ്റെ ശ്രുതിലയ എന്ന് പറയുന്ന ഒരു
ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് നമ്മുടെ ഒരു മ്യൂസിക്കിൻ്റെ ട്രൂപ്പ് കളിക്കാനായിട്ടൊക്കെ വിളിക്കാറുണ്ട്. ഷായിച്ചേട്ടനെ പറഞ്ഞ ഒരു മാസം കൊണ്ടുള്ള പരിചയമുണ്ട്, അറിയാം. ഷാജാന്റെ വർക്കിനൊക്കെ വിളിക്കാറുണ്ട്. 16 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ട് വാരി ആപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, കട്ടള ഇളകി വരും. ഇതൊക്കെ ഞാനിടും. ഇതൊക്കെ വെറുതെ പറഞ്ഞാണെങ്കിൽ പോലും കേട്ടോ. ഇദ്ദേഹത്തിന് ഒരു കാര്യം എന്താണെന്നറിയോ, ഞാനൊരു കാര്യം പറയാം. ഇദ്ദേഹം എനിക്ക് ഈ പ്രജിത്തുമായിട്ട് കൂടുതലങ്ങ് ഒരു അടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് പൊതുവേ എന്താ പറയുക, ടെൻഷൻ അടിക്കാതെ ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ നാഗ, അറിയാമല്ലോ നാഗയെ കുറിച്ചിട്ട്, വലിയ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള നാഗ. പലരും പറയും ചീത്ത വിളിക്കുക എന്നുള്ളത്, പക്ഷേ അവർ ചീത്ത വിളിക്കുന്നത് കോമഡി കിട്ടാൻ വേണ്ടി ഇതിനകത്ത് കയറി നോക്കാറ്. അത്രേ ഉള്ളൂ. കാരണം നമ്മളൊരാളെ അങ്ങനെ വ്യക്തിപരമായിട്ട് വ്യക്തി ഹത്യ ചെയ്യുന്നതോട് എനിക്കത്ര താല്പര്യമുള്ള ഒരാളല്ല. പിന്നെ ഞാൻ കണ്ടിടത്തോളം പല ആൾക്കാരും അവരുടെ ലൈവിൽ കയറിയിട്ട് അവരെ വെറുതെ അവഹേളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചീത്ത വിളിക്കുന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ രേഖപ്പെടുത്താം. അപ്പം നമുക്ക് ജെയിംസ് സാറിൻ്റെ സൗണ്ട് ഉണ്ട്. ഇതൊക്കെ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ലോ പ്രജിത്ത്, നമ്മൾ ശ്രമമാണല്ലോ എല്ലാത്തിനും. ഇപ്പോൾ ജയനെ മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും. നീ ഇന്നലെ ഷാപ്പിൽ കിടന്ന് അടിപിടി കൂടിയെന്ന് ഞാൻ അറിഞ്ഞല്ലോടാ. മേലാലിനി കൊണ്ടായാൽ നിന്നെ ഞാൻ വലിച്ചു കയറി നാക്ക് പിടിക്കും. ഓടാ അവിടുന്ന്. സൂപ്പർ 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 സൂപ്പർ. ഇത് 2 പ്രാവശ്യം ഇത് പാളിപ്പോയായിരുന്നു. അത് ആ പറഞ്ഞോണ്ടിരിക്കും ഭീമൻ്റെ കയറി വരും. ഓ, നിങ്ങൾക്ക് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചില സൗണ്ടാ ചില സമയത്ത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഭീമൻ്റെ മസ്റ്റായിട്ട് വേണം, അതുണ്ടായാലേ ഒരു. അപ്പോൾ അത് നമ്മുടെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തായാലും അദ്ദേഹം വേണം. സർക്കാരോ? അതാരാ? എനിക്കറിയത്തില്ലല്ലോ. എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ കാലും വയ്യ, കയ്യും വയ്യ, എൻ്റെ ദൈവമേ. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് കൂടെ ഒന്ന് പരിചയപ്പെടുത്തണേ. അപ്പം അത് പറയാം. അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ, സഹോദരങ്ങൾ, ചേച്ചി, അനിയൻ. ചേച്ചി ഇവിടെ ദുബൈയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ മോനുണ്ട്, ചേച്ചിക്കൊരു മോന്, അവന് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു നാട്ടിൽ പോയപ്പോൾ. പിന്നെ അച്ഛൻ ഇവിടെ ഒരു പ്രവാസിയായിരുന്നു, 10-30 വർഷമായി ഇപ്പം നാട്ടിലാണ്, ദുബൈ തന്നെ ആയിരുന്നു. അത് ഒരു 2 വർഷം ആയതേ ഉള്ളൂ നാട്ടിൽ പോയിട്ട്. പിന്നെ വൈഫിൻ്റെ വീട് പിന്നെ നെടുമ്പ്രയാറ്, പേര് പ്രീതി. ഇതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ, വൈഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തെ, താങ്കളുടെ ഈ ഒരു മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്കിൽ പോലും ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനം എങ്ങനെയാണ്? നല്ല പ്രോത്സാഹനമാണ്, കുഴപ്പമില്ല. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ട് അന്നേരം പറയും, അത് ശരി, ഒക്കത്തില്ലെന്ന് പറയുന്നത് കൊള്ളത്തില്ലാന്ന് പറയും. നമുക്ക് ഏത് കലാകാരനും ആദ്യം നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് എവിടെയാണെന്നറിയുമോ? നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന്. വൈഫിൻ്റെയും അതെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളായാലും അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അത് ഏത് ഇപ്പോൾ ഒരു മിമിക്സ് ആയാലും പാട്ടായാലും ഏത് കലാരൂപമായാലും ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കേട്ടോ, അവരെ നമ്മളെ തളർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നോട് ഉയർന്ന് കയറാൻ പറ്റത്തില്ല. ചിലത് ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അന്നേരം തന്നെ വിളിച്ച് പറയും, അത് പോസ്റ്റ് ചെയ്യേണ്ടത്, അത് കളഞ്ഞേക്കാൻ പറയും, അത് കൊള്ളത്തില്ല. കണ്ട, അപ്പോൾ അവർ നന്നായിട്ട് അതിനെ എന്താ പറയുക, ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടുന്നത്, ഒരു കലാകാരനെ സംബന്ധിച്ച് അതാണ് വേണ്ടുന്നത്. പിന്നെ അച്ഛനൊക്കെ പാട്ട് പാടും, അച്ഛൻ പാട്ട് പാടും. പിന്നെ അങ്ങനെ ഭജന കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ചൊക്കെ എല്ലാ പരിപാടിക്കും പോകുമായിരുന്നു നാട്ടിൽ. പിന്നെ ഇവിടെ മ്യൂസിക് പിന്നെ ഗാനമേളയ്ക്കൊക്കെ അച്ഛൻ പാടുമായിരുന്നു. അത് ശരി. മക്കള് സംഗീതമൊക്കെ എന്തൊക്കെ പഠിക്കുന്നു? ഒരാൾ ഡ്രംസ് പഠിക്കുന്നുണ്ടായിരുന്നു, അന്ന് കുറച്ച് പ്രായക്കുറവായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കാലിന് നീളമല്ലോ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. ഇപ്പോൾ രണ്ടാമതൊന്നുകൂടെ തുടങ്ങി, ഇപ്പോൾ 4-ാം ക്ലാസ്സിലായി. അപ്പോൾ അന്ന് രണ്ടാമത് തുടങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇളയത്, മൂത്ത കുഞ്ഞിൻ്റെ പേര് ഋഗ്വേദ്, ഇളയത് ക്ഷേത്ര. വൈഫിൻ്റെ പേര് പ്രീതി, അമ്മയുടെ പേര് ജഗദമ്മ, അച്ഛൻ്റെ പേര് മോഹൻ, പെങ്ങളുടെ പേര് പ്രീത, എൻ്റെ പേര് പ്രജിത്ത്, അനിയൻ്റെ പേര് പ്രാക്കുടുമോ. എല്ലാം പ്രാക്കുടുമോ അല്ലേ? പ്രാവ് കുറുകുന്നതും പറന്നു പോകുന്നതായിട്ടുള്ള. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. മെയിൻ നമ്മുടെ സ്റ്റേജ് ഷോ നടക്കുന്നിടത്ത് ഇത് ഉത്തരത്തിരുന്നിട്ട് ഇതിങ്ങനെ, എന്നിട്ട് നമ്മൾ കൈ എങ്ങനെ പൊക്കുവാണെങ്കിൽ ഈ സാധനം നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ശ്രീ മുകേഷ് MLA സാർ, ഇപ്പം MLA സാറ്, പക്ഷേ പണ്ടത്തെ ഒരു വോയിസുമായിട്ട് മാച്ച് ചെയ്യുന്ന കേട്ടോ. അളിയ എന്നുള്ള വിളിയാണ് പുള്ളിയുടെ ഹൈലൈറ്റ്. അപ്പോൾ അവിടെ അളിയ നെല്ല് പുല്ല്, ലെവളില്ലേ ലെവള്, ഏനപ്പാറയിലെ ലെവള് ഞാൻ മുട്ട് കുത്തിച്ച്
സന്തോഷിച്ചോട്ടെ. എടേ മായൻകുട്ടി, നില്ല്, ഞാനും വരുന്നു. അപ്പം നമുക്ക് മറ്റേ ലേലം സിനിമയ്ക്കകത്ത് കൊച്ചിങ്ങനീവയും കീരി വാസവൻ മോഹൻദാസ് എന്നങ്ങണ്ട സാറിൻ്റെ പേര്. അപ്പോൾ അവർ രണ്ടുപേരോട് ഒരു കോമ്പിനേഷൻ നോക്കാം. അപ്പോൾ കോടതി വെച്ചുള്ള അപ്പോൾ അത് കോടതി വളപ്പിൽ ഇങ്ങനെ കൊച്ചിങ്ങനി വന്നിരിക്കുന്നു. അപ്പോൾ പുള്ളി സിഗരറ്റ് വിളിച്ച് നിൽക്കുക. സാറേ ഒരു പുകയും ഞാൻ എന്തത് പുക പോടാ അവിടുത്ത്. ഓ പിന്നെ ഒരു പുക ചോദിച്ചപ്പം ഒന്ന് പോതാറേ. ഈ സാധനം തീപ്പച്ചായോട് നിനക്ക് നന്ദി ഉണ്ടോടാ? പിന്നെ പുളിര് പെട്ടെന്ന് അള്ളയോടില്ല നന്ദി. എന്നാ അയാളോട് പണ്ട് ഇങ്ങനെ റേഞ്ചിൽ കയറി ഒരു ചാരായം മാറ്റിയെന്ന് പറഞ്ഞോണ്ട് എന്നെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചതാ ഈ സാധനം. അപ്പോൾ കൊച്ചിങ്ങനിയുടെ ശബ്ദം ഒന്ന് നോക്കാം. സേതുക്കാരുടെ അളിയനെ കണ്ടുപിടിക്കുന്ന കാശ് ഒന്ന് പാസാറേ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെൻ്റെ ദൈവമാണ് ആശാന്. എൻ്റെ സിനിമയിലെടുത്തതോ ആശാനെ നേരെ പിടിക്കും. അപ്പം പഴയ അസീസിൻ്റെ ശബ്ദം. അസീസ് സാറ് സ്ഥിരമായിട്ട് പോലീസ് വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പണിക്കരി സാറൊന്ന് ചുമ്മാതിരിയെന്ന്. നാളെ കടയാടി ബേബിയും തമ്പിയും വരും. പിന്നെ ആ കളി സാറുമാർ നോക്കിക്കോ. സൂപ്പർ. കാരണം ഇദ്ദേഹത്തെ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ മിമിക്സ് ആർട്ടിസ്റ്റുകളും ഇതുപോലെ ഇത് ചെയ്യാം. നമ്മുടെ സുരാജ് വഞ്ഞാറമൂട് സാർ പുള്ളിക്കാരനാണ് ചെയ്തത്. അത് പിന്നെ വല്ലാത്തൊരു എന്താ പറയുക ഒരു ജന്മമല്ലേ. അത് നമ്മുടെ പഴയ വില്ലൻ ക്യാരക്ടർ വെച്ചുകൊണ്ടിരുന്നത് എം എൻ നമ്പ്യാർ. ഭാഗ്യവാനാണ്, സുന്ദരിയായ ഒരു ഭാര്യ, യോഗ്യനായ ഒരു അളിയൻ എനിക്കാറുണ്ട് രാഘവ. പറ, നിന്നെ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വരൂ രാഘവ, വരൂ. മാനാർമത്തായ സിനിമയിൽ ജനാർദ്ദനൻ സാറും ഇന്ദ്രൻ സാറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ, ചെറിയ ഒരു സീൻ. കൊള്ളാം, ഇവിടെയാണ് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ആശാൻ ഇതൊന്ന് തീർത്തു കൊടുക്കണം. ഇത് ഞാനിപ്പം തീർത്തു കൊടുക്കാം, ഒരു 1/2 മിനിറ്റ് മതി. അയ്യോ, ഇത് തീർത്തു കൊടുക്കുന്ന കാര്യമല്ല, ഈ വേറൊരു കാര്യം. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? അങ്ങനെ രണ്ട് സൗണ്ട് കൂടെ ഒരേ സമയം. കണ്ണൻ ചേട്ടൻ പഠിപ്പിച്ച ഒരു കൊച്ചു കുഞ്ഞു കരയുന്ന ഒരു സംഭവമാണ്. സാധാരണ നമ്മൾ പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്നൊരു ഈ ഇത് സൗണ്ട് ഇങ്ങനെ അടക്കി പിടിച്ചുള്ള ഒരു, പക്ഷെ വേറൊരു ഐറ്റം അത് നല്ല ഇച്ചിരി പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കാം. കബീറിനെ കുറിച്ചിട്ട് ഓർമ്മകൾ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു നമ്മുടെ ഗ്രാമത്തെക്കുറിച്ചാണ്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ആൾക്കാരുടെ സ്നേഹവും കുടുംബത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ സഹോദരങ്ങളെ കൂട്ടാണ് അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മളിവിടെ വന്നിട്ടും അത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെ ഇവിടെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നമുക്ക് കവിയൂരിനെ പറ്റിയുള്ള ഒരു പേജ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പേര് പറയുന്നില്ല ചിലപ്പം, കാരണം ഞാൻ ആ ചെയ്യുന്നതെന്ന് അറിയണ്ട. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ പേജ് തുടങ്ങിയത്. ഇപ്പോൾ 2014 തുടങ്ങിയത്. ഇപ്പോഴും അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതുപോലെ പ്രജിത്ത്, ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്മുടെ കവിയൂർ പൊന്നമ്മയമ്മ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയത്തിലേക്ക് വന്നതല്ല, പാട്ടിലേക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പാട്ട് നാടകഗാനമായിരുന്നു ആദ്യമേ. ഇത് പാട്ട് പഠിക്കാനായിട്ടാണ് വലിയച്ഛനെ കൊണ്ടുപോയത്. അങ്ങനെ അവിടുന്ന് നാടകഗാനങ്ങളൊക്കെ പാടി പിന്നീടാണ് സിനിമയിലേക്ക് വന്നത്. എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, കവിയൂർ പൊന്നമ്മ സിനിമയിൽ പാടിയൊരു പാട്ടുണ്ട്, ആദ്യമായിട്ട് പാടിയൊരു പാട്ട് അറിയാമോ ഏതാന്ന്? അത് എനിക്കറിയത്തില്ല, എൻ്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ ഏതാന്ന്? അംബികെ ജഗദംബികെ സുരവന്ദിതേ ശരണം സർവചരാചര രക്ഷകിയ മുനിവന്ദിതേ ശരണം. അല്ലേ കിടപ്പുണ്ട്. പഴയകാല നടൻ ശ്രീ ബഹദൂർ, അദ്ദേഹത്തിന് സൗണ്ട്. മോനെ എടാ, ഇക്കാൻ്റെ നമ്പർ എപ്പോൾ വരും? മോനെ ബാബു, എടാ കോമാളി കരയരുത്. കോമാളി കരഞ്ഞ ആളുകൾ ചിരിക്കും. ഇവിടെ
കോമാളി ചിരിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യണം. എടാ ചിരിയടാ, എടാ ചിരിക്കാൻ. അച്യുതാനന്ദ സാറിൻ്റെ അദ്ദേഹത്തിനാണ് വളരെ വ്യക്തവും ശക്തവുമായിട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്രനാളത്തെയും ഭരണം അത് ജനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ മുട്ട ഇട്ടിട്ട് ആടെ ഇരിക്കുന്ന കോഴി. നമ്മളല്ല കോഴി. ആ അതാ ഒന്നുകൂടെ മുട്ട ഇട്ടിട്ട് ആടെ ഇരിക്കുന്ന കോഴി. അപ്പം ഇത് ആദ്യം തന്നെ മുട്ട ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു നമ്മൾ ആ അടുത്തൊക്കെ ചെല്ലുമ്പോഴേ ഇങ്ങനെ വെക്കും. മുട്ട ഇട്ട് കഴിഞ്ഞ് വിരിഞ്ഞതിന് ശേഷം ഈ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നേരത്തെ വിളിക്കും. വിളിക്കുന്നതാണ് ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു വലിപ്പമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് ഇത് കഴിഞ്ഞ് ഇത് വലുതായി കഴിഞ്ഞിട്ട് പിന്നെ ഈ കോഴിക്കുഞ്ഞ് മുട്ടയിടും. അത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം അറിയിപ്പിക്കാൻ വേണ്ടി സൂപ്പർ സൂപ്പർ. അപ്പം നമുക്ക് മകിടി ഊന്നുന്നു. മകിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാമ്പിനെ മണിച്ചേട്ടനൊക്കെ ചെയ്ത് ഹിറ്റാക്കിയ സാധനം. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഈ 4 മണിയൊക്കെ സമയത്ത് ഇതിന്റെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തുറക്കമാണേ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവനങ്ങ് കീച്ചിക്കളയും. സത്യത്തിൽ ഈ കരിയിലക്കിളിയുടെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഇത് സത്യത്തിൽ ഭയങ്കര നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ടല്ലോ, അങ്ങേപ്പുറത്ത് വിടുന്നു, പിന്നെ ഇവിടെ കിടന്നിട്ട് ഇത് ഇത്രേ ഉള്ളൂ. കുറച്ച് തുറച്ച് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമെന്ന് ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഒന്നും പറയാനില്ല. നീ എന്തോ ഉണ്ടാക്കാൻ വന്നു? നിന്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? നിന്നെ കാണാൻ വല്ലോ കോണമുണ്ടോ? നിന്റെ മൊട്ടത്തല കണ്ടാലറിയാം നിന്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോഴെന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇത്തരത്തിലുള്ള ഒരു കലാകാരൻ്റെ വളർച്ചയാണല്ലോ. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ 10 സെൻറ്റ് സ്ഥലമൊന്നും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവർ എന്താ പറയുക, 10 പേരുടെ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടും. ചാൻസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് നിരവധി കലാകാരന്മാരുള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് ഒരു പ്രവാസ ജീവിതത്തിൽ, അല്ല നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്തും ഈ കാര്യങ്ങളും അവർ എന്താ പറയുക ഇത് കളയാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് വലിയൊരു കാര്യം തന്നെ. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. To the city streets, we began to feel the fire.